തെരഞ്ഞെടുപ്പിന് മുൻപ് പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവർ അദ്ദേഹം തന്നെ ജയിക്കുമെന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ വീണ്ടും കാലുമാറിയിരിക്കുന്നു. ഞാൻ ജയിക്കില്ല എങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. UDF സ്ഥാനാർത്ഥിയായ ഷൗക്കത്തിനെ വളരെ മോശമായി അധിക്ഷേപിക്കുകയും തള്ളിപ്പറയുകയും ഒക്കെ ചെയ്ത PV അൻവർ ഷൗക്കത്തിന് വെറും 45,000 വോട്ടുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുപോലെ ഇടത് സ്ഥാനാർത്ഥിയായ സ്വരാജിന് 35,000 വോട്ടും ലഭിക്കും. അങ്ങനെ വരുമ്പോൾ തനിക്ക് 75,000-ന് മുകളിൽ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞ് നടന്നിരുന്ന ഇതേ അൻവർ ഇന്ന് ഉച്ചയാകുമ്പോൾ വെളിപാട് വന്നിരിക്കുന്നു. ഞാൻ ജയിച്ചില്ല എങ്കിൽ പിണറായിസത്തെ എതിർക്കുന്ന ആര്യാടൻ ഷൗക്കത്ത് ജയിക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ആര്യാടൻ ജയിച്ചാൽ മാത്രമേ പിണറായിസം തോൽക്കുമെന്ന് പറയുന്ന PV അൻവറും ഉറപ്പിച്ചിരിക്കുകയാണ് ഷൗക്കത്തിൻ്റെ വിജയം എന്നത് അർത്ഥം. ഏതായാലും അൻവറിന് ഇനിയൊരു രാഷ്ട്രീയ ഭാവി അങ്ങനെ കാണുന്നില്ല. പിണറായിക്കെതിരെ പോരാടി രാജിവെച്ച PV അൻവർ ഒരു രാഷ്ട്രീയ വിജയം നേടാമെന്നുണ്ടെങ്കിൽ UDFന് പിന്തുണ അറിയിച്ച് വെറുതെ നിന്നിരുന്നെങ്കിലും മതിയായിരുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും UDF അദ്ദേഹത്തെ പരിഗണിക്കുമായിരുന്നു. ഇത് പ്രതിപക്ഷ നേതാവിനെ അടക്കം പുലഭ്യം പറഞ്ഞു നടന്നു. ഇനി ഇടതും വലതും കൈവിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നൊരു സ്ഥിതിക്ക് ഒറ്റയ്ക്ക് ജയിച്ചു കയറാനുള്ള കഴിവും മണ്ഡലവും അൻവറിനില്ല. അപ്പോൾ ഏക ആശ്രയം കാലു പിടിച്ചിട്ടാണെങ്കിലും അത് UDF തന്നെയായിരിക്കും. അവർ അഭയം നൽകിയില്ല എങ്കിൽ രാഷ്ട്രീയ വനവാസമായിരിക്കും അൻവറിൻ്റേത്. ഏതായാലും അൻവർ വീണ്ടും നിലപാട് മാറ്റിയിരിക്കുന്നു. ആഗ്രഹവും മാറ്റി ആര്യാടൻ ഷൗക്കത്ത് തന്നെ ജയിക്കണം എന്നുള്ളതാക്കി മാറ്റി. പിണറായിയോടും സതീശനോടുമുള്ള കലിപ്പ് തൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുമെന്ന തിരിച്ചറിവിലാകണം UDFകാരെ, പ്രത്യേകിച്ച് കോൺഗ്രസുകാരെ സന്തോഷിപ്പിക്കാൻ ഇപ്പോൾ ഷൗക്കത്ത് ജയിക്കണമെന്ന നിലപാടുമായി പുറത്തേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കേട്ടു നോക്കാം. ജനങ്ങൾ തീരുമാനിക്കുന്ന ആളാവും, ഇതാരുമാകാം. എത്ര വോട്ട് പിടിക്കും? പഴയ കണക്ക് തന്നെ? അല്ല, ഞാൻ പഴയ കണക്ക് തന്നെ, അതിൽ മാറ്റമൊന്നുമില്ല. ഇപ്പോഴും അതേ ഫീലിങ്ങിലാണ്. ആ രീതിയിൽ തന്നെ അത് സംഭവിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെ പ്രതീക്ഷിക്കണമെങ്കിൽ പോലും താങ്കൾ ജയിച്ചില്ലെങ്കിൽ ആര് ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്? തെളിഞ്ഞ പിണറായി തോൽക്കണം. തെളിഞ്ഞ പിണറായി ഒളിഞ്ഞ പിണറായി ആണല്ലോ അവിടെ മത്സരിക്കുന്നത്. ഇത് സ്വാഭാവികമായും പിണറായിസത്തിൻ്റെ വക്താവായി നിൽക്കുന്ന LDFൻ്റെ സ്ഥാനാർത്ഥിയാണല്ലോ പിന്നെ തോൽക്കേണ്ടത്. എൻ്റെ പോരാട്ടം പിണറായിസത്തിനെതിരല്ലേ. ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരല്ല എൻ്റെ പോരാട്ടം. എൻ്റെ പോരാട്ടം പിണറായിക്കെതിരാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ കേപ്പബിലിറ്റിയെ കുറിച്ചാണ് ഞാൻ സംശയം ഉന്നയിച്ചത്. സ്വാഭാവികമായിട്ടും ഞാൻ ജയിച്ചില്ലെങ്കിൽ അവിടെ പരാജയപ്പെടേണ്ടത് പിണറായിസത്തിൻ്റെ ഒന്നാമത്തെ വക്താവാണ്. അത് തെളിഞ്ഞ പിണറായി എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. അത് സ്വരാജ് പരാജയപ്പെടണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റുകൾ പലതും നടത്തിയ സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ 23-ന് UDFൻ്റെ കഥ പൊളിച്ച് പോകുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതിലൊക്കെ എന്താ? 23-ന് പൊളിക്കുന്നല്ലോ പറഞ്ഞത്. UDF പ്രവർത്തകരെയും കൂട്ടിയിട്ട് തള്ളി തുറക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്നാണ് പറഞ്ഞിരുന്നത്. അതൊക്കെ ഇനിയിപ്പോൾ എന്താ പറയുക, ആശയപരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ വയനാട് ഇഷ്യൂ 104 ആളുകൾ ഇപ്പോൾ 15 ലക്ഷം വാങ്ങി പിരിയാണ്. പ്രതിപക്ഷം ഇടപെടേണ്ട കേസാണ്. മുഖ്യമന്ത്രിയുടെ കോളറിന് പിടിച്ച് കാശ് വാങ്ങിക്കൊടുക്കണം പ്രതിപക്ഷം. 767 കോടി രൂപ ജനങ്ങൾ കൊടുത്തതാണ് എന്ന് പറഞ്ഞാൽ 403 ആളുകളാണ് വീട് നഷ്ടപ്പെട്ടവർ. 1.25 കോടി രൂപ വെച്ചിട്ട് ഓരോരുത്തർക്കും കൊടുക്കാം. അതിനാണല്ലോ ജനം ആ പൈസ കൊടുത്തത്. ആ മനുഷ്യനെ പറ്റിച്ച് 15 ലക്ഷത്തിൽ അവരെ ഒതുക്കി അവരുടെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്യുകയാണ് പിണറായി. എന്താ പ്രതിപക്ഷം വേണ്ടാത്തത്? എന്താ പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്വം? ഇതിനാണല്ലോ പ്രതിപക്ഷം. അപ്പം അങ്ങനെയുള്ള പല ഇഷ്യൂസും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് ഇപ്പോൾ നേരത്തെ ആരോ ചോദിച്ചു ഇവിടെ മന്ത്രിമാരുടെ സ്റ്റാഫിൻ്റെ കാര്യം. വളരെ സീരിയസ് ആയ പ്രശ്നമല്ലേ? അതായത് 5 വർഷത്തേക്കാണ് താൽക്കാലിക സ്റ്റാഫിൻ്റെ നിയമനം ഉണ്ടാവുക. 3 വർഷം അവർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പെൻഷൻ ഉണ്ടാവും. അതന്നെ അനീതിയാണ് അക്കോർഡിംഗ് ടു മീ. അതിനെ ഇപ്പോൾ ഡബിൾ അടിപ്പിക്കാനാണ് മുഖ്യമന്ത്രി പുതിയ ഓർഡർ ഇട്ടിരിക്കുന്നത്. 2.5 കൊല്ലം ആയപ്പോഴേക്കും എല്ലാവരെയും മാറ്റി, പുതിയ ആളുകൾ വന്നു. ഇനിയിപ്പം 300 ആളുകളാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി 300 ആളുകൾ പുതുതായിട്ട് വന്നിട്ട് അവർക്ക് പെൻഷൻ കൊടുക്കുക. ആരെ മുതലായി കൊള്ളയടിക്കുന്നത്? എന്താ പ്രതിപക്ഷം ഈ കാര്യത്തിലൊന്നും ഇടപെടാത്തത്? അപ്പോൾ പ്രതിപക്ഷം ഇടപെടേണ്ട കാര്യത്തിൽ പ്രതിപക്ഷം ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല. അതുതന്നെയാണ് ഈ മലയോര വിഷയത്തിലും. മലയോര വിഷയത്തിൽ അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവരുമ്പോൾ
അന്ന് ഞാൻ സമരം നടത്തി അന്ന് ജയിലിൽ പോയിട്ടില്ലെങ്കിൽ ആ അമെൻമെൻ്റ് അന്ന് പാസ്സായി പോകും. അപ്പോൾ പ്രതിപക്ഷമായി മാറേണ്ടത് ഞാനല്ലല്ലോ. ഇവിടെ ഒരു കൃത്യമായ പ്രതിപക്ഷം ജനങ്ങൾ വോട്ട് ചെയ്ത് ആ ഉത്തരവാദിത്തം പലതിലും ഏറ്റെടുക്കുന്നില്ല. അവിടെയാണ് എനിക്കുള്ള അഭിപ്രായ വ്യത്യാസം. അപ്പോൾ സ്വാഭാവികമായും 23-ാം തീയതിയുടെ റിസൾട്ടിനോട് ബേസ് ചെയ്തുകൊണ്ട് ഭാവി രാഷ്ട്രീയം കൂടിയാലോചനകൾക്ക് ശേഷമേ തീരുമാനിക്കുള്ളൂ. അതങ്ങനെ പോവുള്ളൂ. കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസിനോടൊപ്പം തന്നെയാണ് പറഞ്ഞത് പി.കെ. കുഞ്ഞാലിക്കുട്ടി സൗന്ദര്യപ്പിണക്കം മാത്രമേ താങ്കൾക്കുള്ളൂ എന്ന്. ഇപ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു ചിത്രമൊക്കെ നോക്കുകയാണെങ്കിലും താങ്കൾ കടന്നാക്രമിക്കുന്നത് വി.ഡി. സതീശനാണ്. യു.ഡി.എഫ് നേതാക്കളൊന്നും താങ്കൾ സംസാരിക്കുന്നില്ല, അഡ്രസ്സ് ചെയ്യുന്നില്ല അത്തരത്തിൽ. അപ്പോൾ യു.ഡി.എഫിൻ്റെ പ്രവേശന സാധ്യത അടക്കം തുടർച്ചകൾക്ക് വിധേയമാക്കേണ്ടതാണ്. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പെട്ടെന്ന് ഇനിയിപ്പോൾ UDF-ൻ്റെ ചർച്ചയ്ക്കൊന്നും പോകുന്നില്ല. നമ്മളൊരു പൊളിറ്റിക്കൽ അനലൈസേഷൻ നടത്തിയിട്ട് ഒരു പൊതുധാരണ പലരും നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും കമ്മ്യൂണിക്കേറ്റ് പുതിയ കുറേ സംഘടനകൾ, സംവിധാനങ്ങൾ, പിന്നെ രാഷ്ട്രീയ സംഘടനകൾ, സാമുദായിക ചില സംഘടനകൾ, പൊളിറ്റിക്കൽ സംഘടനകളൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു സാധ്യത കൂടി നമ്മൾ ചർച്ച ചെയ്യും. എന്നതിന് ശേഷമേ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പല തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുണ്ട്, 2 തവണ ഇവിടെ ജയിച്ച ആളുമാണ്. അപ്പോൾ ഈ ഒരു പ്രചാരണ കാലത്തെയും നേരിടേണ്ടി വന്നൊരു സാഹചര്യങ്ങളെയും പലതരത്തിലുള്ള പ്രതികരണങ്ങളടക്കം നടത്തേണ്ടി വന്നിട്ടുണ്ട് പലർക്കെതിരെ. എങ്ങനെയാണ് ഈ ഒരു പ്രചാരണ കാലം, ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ത് ഫീലാണ് ഉണ്ടാക്കി തന്നത്? എനിക്ക് അതിൽ പ്രത്യേകിച്ചൊരു ഫീലൊന്നുമില്ല. നമ്മളൊരു ഘട്ടത്തിൽ നമ്മളെ പെടലി പിടിച്ച് മത്സരിക്കാൻ തള്ളിവിട്ടതാണ്. എനിക്ക് ആകെ ഒരാഴ്ച കിട്ടിയത്, 8-9 ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. ആ 8-9 ദിവസത്തിൽ മനുഷ്യസാധ്യമായതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ ഏറ്റുമുട്ടിയത് 139 MLA-മാരോടും അതിലെ 21 മന്ത്രിമാരോടും 33 MP-മാരോടും അന്യ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരുൾപ്പെടെയുള്ളവരോടും കേരളത്തിലെ എല്ലാ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും കോർപ്പറേഷൻ മേയർമാരും എല്ലാമാണ് ഓരോ ബൂത്തിലും. ഒരു വോട്ടർക്ക് ഒരു നേതാവ് എന്ന നിലക്ക് നിലമ്പൂരിൽ വന്ന് ക്യാമ്പ് ചെയ്യുമ്പോൾ ഞാനും 10 സാധാരണക്കാരും ആണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. എന്നിട്ടും അതിന് റിസൾട്ട് ഉണ്ട്. മനസ്സിലായി? ഞാൻ ആത്മവിശ്വാസം തന്നെയാണ്. കാരണം ഞാൻ ഒരിക്കലും തോൽക്കുന്നില്ല, ഞാൻ ജയിച്ച് നിൽക്കുകയാണ് 100%. കാരണം ഈ 139 MLA-മാരെയും 30-30-30ഓളം MP-മാരെയും ഈ ജനങ്ങളുടെ അടുക്കള കയറി അവരെ കാല് പിടിക്കേണ്ട ഗതികേടിലേക്ക് എത്തിച്ചു. പിന്നെ അവരുയർത്തിയ വാദഗതി ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതാണെങ്കിൽ ഇത്രയും ജനത്തിൻ്റെ വോട്ടുണ്ടാവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും വോട്ട് വന്നു. 75.37% പോളിംഗ് വന്നു. ജനങ്ങളത് ഏറ്റെടുത്തു. ഞാൻ ഉയർത്തിയ രാഷ്ട്രീയ വിഷയം അവരുടെ എക്സിസ്റ്റൻസിൻ്റെതാണ് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ ഈ കൊടും മഴയത്തും ഈ കാലാവസ്ഥയുടെ ഈ പ്രതിസന്ധിയിലും ജനങ്ങൾ വോട്ട് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞെടുത്ത് തന്നെയാണ് ജനം നിൽക്കുന്നതെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ. അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും.